ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് ആണ്. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ ക്വാണ്ടിറ്റേറ്റീവിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് നമുക്ക് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് വെച്ച് ചെയ്യാം. ട്രെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഇത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ എല്ലാം നമുക്ക് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് കൺവെൻഷണൽ രീതിയിലല്ല, നമ്മളൊരു ഷോർട്ട് കട്ട് പോലെ നമ്മൾ ചെറിയൊരു ഫോർമുല തന്നെയാണ് വെച്ചിട്ട് പഠിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫോർമാറ്റ് വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ടോപ്പിക്സുകളും നമുക്ക് ഏതിൽ വരും? മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ വരും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് സോൾവ് ചെയ്യുന്നത്. ആവറേജ് 1, ആവറേജ് 2, നമ്പർ 1, നമ്പർ 2, പിന്നെ ഒരു വെയ്റ്റഡ് ആവറേജ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് നമ്മളൊരു ഫോർമാറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആവറേജ് ഇസ് ഈക്വൽ ടു N1A1 പ്ലസ് N2A2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇതാണ് നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻസ് ചെയ്യാൻ പോകുന്ന ഫോർമുല. ആവറേജ് നമ്പർ എന്നാണ് N1A1 എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ N1 ഇതിനൊന്നും കൂടെ ഷോർട്ട് ആക്കുമ്പോൾ N1 ബൈ N2 ഈക്വൽ ടു A മൈനസ് A2 ഡിവൈഡഡ് ബൈ A മൈനസ് A1. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ മോഡുലസിൽ ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻസിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നെഗറ്റീവും പോസിറ്റീവും ഒന്നും കൺസിഡർ ചെയ്യില്ല. ഇവിടെ ഞാൻ അറിയാതെ എഴുതിയതല്ല A മൈനസ് A2 എന്ന്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഈ വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് നമ്മൾ മിഡിലാണ് ഇടുന്നത്. ഓക്കെ, പിന്നെ ഈ സൈഡിൽ A1, പിന്നെ ഇവിടെ A2, ഈ താഴെ കിട്ടുന്നത് നമുക്ക് നമ്പറാണ് N1, N2. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. സോ A1 ഇത് ചെയ്യുമ്പോൾ നമുക്ക് N2 കിട്ടും. അതേപോലെ A മൈനസ് A2 ചെയ്യുമ്പോൾ N1 കിട്ടും. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. N1 കിട്ടുന്നത് എങ്ങനെയാണ്? A മൈനസ് A2. N2 കിട്ടുന്നത് എങ്ങനെയാണ്? A മൈനസ് A1. അത് ചെയ്യുമ്പോൾ നമുക്ക് N2 കിട്ടും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒന്നും വാല്യൂസ് കൺസിഡർ ചെയ്യില്ല. അതായത് ഇപ്പൊ ഇവിടെ 8ഉം ഇവിടെ 10ഉം ആണെങ്കിൽ നിങ്ങൾക്ക് 10ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാം, 8ൽ നിന്ന് 10ഉം സബ്ട്രാക്ട് ചെയ്യാം. കിട്ടുന്നത് നെഗറ്റീവ് 2 എന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ ഇവിടെ 2 എന്ന് മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് മോഡുലസ് ആയിട്ട് ഇട്ടത്. ഇനി നെഗറ്റീവ്സും പോസിറ്റീവ്സും വരുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ടേംസ് എടുക്കുമ്പോഴാണ്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ -8, ഇപ്പൊ 8% ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ -8 എന്നൊക്കെ എടുക്കാം. ഓക്കെ, ആ സമയത്താണ് നമ്മൾ ഒരു ഫോർമുല പോലെ ഒന്ന് ചെയ്യുന്നത്. അതിലും നമ്മൾ എന്തെടുക്കില്ല? നെഗറ്റീവ്സും പോസിറ്റീവ്സും കൺസിഡർ ചെയ്യുന്നില്ല. കാൽക്കുലേഷൻസ് കറക്റ്റ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ്. വെയ്റ്റഡ് ആവറേജ് മിഡിൽ ഇടുന്നു. A1, A2, N1, N2. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷന്റെ ഫോർമാറ്റ്, അതായത് നമ്മളൊരു ഇക്വേഷൻ വൈസ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ അതിനെ എഴുതുന്നത് എങ്ങനെയാണ്? ഇതിൽ ഈ A, അതായത് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ മിഡിൽ എഴുതും. ആ വെയ്റ്റഡ് ആവറേജ് നമുക്ക് തന്നിട്ടും ഉണ്ടാവും ക്വസ്റ്റ്യനിൽ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ എഴുതുന്നത് A1, ഇപ്പുറത്തെ സൈഡിൽ A2, പിന്നെ താഴെ A1ന്റെ താഴെ N1, ഇവിടെ N2. ഇങ്ങനെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ ഫോർമുല വൈസ് എഴുതുന്നത്. ഈ തന്നിരിക്കുന്നതിനെ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ N2 കിട്ടുന്നത് എങ്ങനെയാണ്? A മൈനസ് N1. കണ്ടോ, N2 എന്ന് പറയുന്നത് A മൈനസ് A1. A മൈനസ് A1 ചെയ്യുമ്പോൾ N2 കിട്ടും. N1 കിട്ടുന്നത് എങ്ങനെയാണ്? A2 മൈനസ് A ചെയ്യുമ്പോൾ നമുക്ക് N1 കിട്ടും. ഇത് നിങ്ങൾക്ക് N1 ചെയ്യാൻ വേണ്ടിയിട്ട് A2 മൈനസ് Aയും ചെയ്യാം, A മൈനസ് A2ഉം ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് 10ഉം ഇവിടെ 8ഉം ആണ് വാല്യൂ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് 8ൽ നിന്ന് 10ഉം സബ്ട്രാക്ട് ചെയ്യാം, 10ൽ നിന്ന് 8ഉം സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ -2 അല്ലേ എന്നുള്ളതൊന്നും നോക്കണ്ട. നമ്മൾ ഇവിടെ എന്ത് എഴുതും? ഇവിടെ 2 എന്ന് മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും വാല്യൂസ് കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ 8ൽ നിന്ന് 10ഉം സബ്ട്രാക്ട് ചെയ്യാം, 10ൽ നിന്ന് 8ഉം സബ്ട്രാക്ട് ചെയ്യാം. നമ്മൾ ആ വാല്യൂ 2 എന്ന് ഇവിടെ എഴുതുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇക്വേഷനിൽ ഇവിടെ മോഡുലസ് ഇട്ടത്.
ഓക്കെ, നെഗറ്റീവ്സും പോസിറ്റീവ്സും കൺസിഡർ ചെയ്യാതിരിക്കാൻ. ഈ താഴെ കിട്ടുന്നതാണ് N1, ഇവിടെ കിട്ടുന്നതാണ് N2. അതായത് നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ N1 N2 എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നതും ഈ ഒരു വഴിയിൽ ചെയ്യുമ്പോഴായിരിക്കും. ഇനി നമുക്ക് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇതേ ഫോർമുല വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതൊരു അപ്ലിക്കേഷൻ ലെവൽ ചെയ്ത് നോക്കുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. First question, in a zoo there are rabbits and pigeons. If heads are counted there are 200 and if legs are counted there are 580. How many pigeons are there? അപ്പോൾ ഒരു സൂവിലെ പീജിയൻസിന്റെയും റാബിറ്റ്സിന്റെയും എണ്ണം കണക്കാക്കുമ്പോൾ അവരുടെ ഹെഡ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് 200 ആവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും തല ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റാബിറ്റ്സിന്റെയും പീജിയൻസിന്റെയും എണ്ണമാണ് തന്നിരിക്കുന്നത് 200. അതായത് ആ സൂല് മൊത്തം 200 റാബിറ്റ്സും പീജിയൻസും കൂടെ 200 എണ്ണം ഉണ്ട്. അവരുടെ ലെഗ്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് 580 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം റാബിറ്റ്സിന് 4 ലെഗ് വരുന്നത്, പീജിയൻസിന് 2 ലെഗ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവരുടെ ലെഗ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 4R + 2P ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനും അങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീജിയൻസിന്റെ എണ്ണം എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, പക്ഷെ ഇത് കൺവെൻഷണൽ മെത്തേഡാണ്. നമ്മൾ ചെയ്യുന്നത് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഇത് അലിഗേറ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമ്മൾ അലിഗേഷൻ എങ്ങനെയാ ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ മിഡിലിടും. പിന്നെ ഇവിടെ A1, ഇവിടെ A2, അതായത് ആവറേജ് 1, ആവറേജ് 2, പിന്നെ താഴെ വരുന്നത് N1, അതായത് നമ്പർ 1, ഇവിടെ വരുന്നത് N2. ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് വെച്ചിട്ട് നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മൾ ആ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് റാബിറ്റ്സിന്റെയും പീജിയൻസിന്റെയും എണ്ണം നമ്മളിപ്പോൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അസ്യൂം ചെയ്യാണ് ആ സൂലുള്ള എല്ലാം 200 റാബിറ്റ്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ റാബിറ്റ്സ് അവിടെയുള്ള എല്ലാം റാബിറ്റ്സ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തെടുക്കുന്നു? 200 റാബിറ്റ്സ് ആണെന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ റാബിറ്റിനും 4 കാല് വെച്ചിട്ട് അപ്പൊ നമ്മൾ മൊത്തം 800 എന്ന് കിട്ടും. ലെഗ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 800 എന്ന് കിട്ടും. അടുത്തതിൽ നമ്മൾ പീജിയൻസ് നേരെ നമ്മൾ തിരിക്കുകയാണ്. പീജിയൻസിന്റെ സൈഡിലോട്ട് എത്തുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ആ സൂലുള്ളത് എല്ലാം പീജിയൻസ് ആണ്, 200 പീജിയൻസ് ആണ്. അപ്പോൾ പീജിയൻസ് ആവുമ്പോൾ അവർക്ക് കാലെത്രയാണ്? 2. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ലെഗ്സ് എന്ന് പറയുന്നത് 400 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 800 കിട്ടി, ഇവിടെ 400 കിട്ടി, നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി നമുക്ക് ടോട്ടൽ ലെഗ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ കിട്ടുന്ന ലെഗ് അവർ തന്നിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും മിഡിൽ എഴുതുന്നത്. ഓക്കെ, 580. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാല്യൂനും ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കണം ഇവിടെ വരുന്ന ആവറേജ് എന്ന് പറയുന്നത്. അതായത് ഇതിനും 800-നും 400-നും ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കണം മിഡിൽ വരുന്നത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുമ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 580 - 400, പിന്നെ അതേപോലെ 800 - 580 ചെയ്യുക. അപ്പോൾ 580 - 400 വരുമ്പോൾ ഇവിടെ നമുക്ക് 180 കിട്ടും. ഇവിടെ 800 - 580 ചെയ്യുമ്പോൾ നമുക്ക് 220 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് റേഷ്യോ എത്രയാണ് വരുന്നത്? 18:22. 18:22 എന്ന് വരും. അതായത് ഒന്നും കൂടെ വെട്ടി ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് റേഷ്യോ വരുന്നത് 9:11 ആണ്. 9:11. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി 9:11 ആണെന്ന്. ഇത് എന്തിന്റെ റേഷ്യോ ആണ്? റാബിറ്റ്സിന്റെയും പീജിയൻസിന്റെയും റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ എഴുതി നോക്കുക, റാബിറ്റ്സിന്റെയും പീജിയന്റെയും റേഷ്യോ ആണ് 9:11 എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ റേഷ്യോ എത്രയായി? ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, അപ്പൊ 20 എന്ന് പറയുന്നതിനോട് ഈക്വലന്റ് ആണ്. അതായത് ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ 20 ആണ്. 20നോട് ഈക്വലന്റ് ആണ് 200. നമുക്ക് തന്നിട്ടുണ്ട് ഹെഡ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 200 ആണെന്ന്. അപ്പൊ 20 200 ആവണമെങ്കിൽ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതേ 10നെ തന്നെ ഇപ്പുറത്തും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കോമൺ ഫാക്ടർ ആണ്. സോ 11 × 10 110, 9 × 10 90 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടും എത്രയാണ്? റാബിറ്റ്സ് എന്ന് പറയുന്നത് 90 ആണ്,
PGNs എന്ന് പറയുന്നത് 110 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ്. ആദ്യം അസ്യൂം ചെയ്യുന്നത് എന്താണ്? എല്ലാം റാബിറ്റ്സ് ആയിട്ട് അസ്യൂം ചെയ്യും. രണ്ടാമത്തേൽ നമ്മൾ എല്ലാം PGNs ആയിട്ട് അസ്യൂം ചെയ്യും. മിഡിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ ഇടും, ജസ്റ്റ് ഡിഡക്ട് ചെയ്യുക. ഡിഡക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ചെയ്യുമ്പോൾ പോസിറ്റീവോ നെഗറ്റീവ്സോ ഒന്നും കൺസിഡർ ചെയ്യില്ല. നിങ്ങൾക്ക് 400ൽ നിന്ന് 580 കുറയ്ക്കാം, 580ൽ നിന്ന് 400 കുറയ്ക്കാം. നെഗറ്റീവും പോസിറ്റീവും നമ്മൾ വാല്യൂസ് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത വാല്യൂ താഴെ ഇടുന്നു, റേഷ്യോ കണ്ടുപിടിക്കുന്നു, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് PGNsന്റെ എണ്ണം എത്രയാണെന്ന് കിട്ടും? 110 ആണ് അസൂല് PGNsന്റെ എണ്ണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു എ ബോട്ടിൽ വിച്ച് കണ്ടെയ്ൻ 40 liters ഓഫ് മിൽക്ക് അറ്റ് CP പറഞ്ഞ കോസ്റ്റ് പ്രൈസ് 3.5 per liter സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ദ മിൽക്ക് റെഡ്യൂസസ് ടു ₹2 per liter. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ 40 ലിറ്റർ മിൽക്ക് ഇരിപ്പുണ്ട്. 40 ലിറ്റർ മിൽക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അതിൽ 1 ലിറ്ററിന്റെ വില എന്ന് പറയുന്നത് ₹3.50. ഓക്കെ, അപ്പോൾ ആ ₹3.50 വരുന്ന മിൽക്ക് നമുക്ക് 2 രൂപയ്ക്ക് വിൽക്കണം. ഓക്കെ, അങ്ങനെ 2 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ മായം കലർത്തണം. ഓക്കെ, പാലിന്റെ കൂടെ നമ്മൾ വെള്ളം കൂടെ ആഡ് ചെയ്യണം, എന്നാലല്ലേ അത് 3.5 എന്നുള്ളത് 2 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതുപോലെ നമ്മൾ മായം കലർത്തുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും യൂണിറ്റ്സുകൾ സെയിം ആക്കി എടുക്കണം. നമ്മൾ മിൽക്കിന്റെ ആണ് നോക്കുന്നതെങ്കിൽ എല്ലാം മിൽക്ക് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മിൽക്കിന്റെ പ്രൈസ് തന്നിട്ടുണ്ട് 3.5 ആണ്. അതായത് പ്യുവർ മിൽക്കിന്റെ പ്രൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 3.5. ഓക്കെ, നമ്മൾ അത് എന്ത് ചെയ്യണം? ഈ 3.5 വരുന്നത് നമുക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്? 2 രൂപ ലിറ്ററിനായിട്ട് വിൽക്കണം. അങ്ങനെ 3.5 രൂപയുടെ പാല് 2 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ അതിൽ വെള്ളം ചേർക്കണമല്ലോ, അതിൽ അഡൾട്രന്റ് ആഡ് ചെയ്യണം, മായം കലർത്തണം. സോ നമ്മൾ എന്ത് ചെയ്യും? അതിൽ വെള്ളം കൂടെ കലർത്തിയിട്ടാണ് അതിന്റെ എന്താ പറയുന്നത്, അത് 2 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, 40 ലിറ്റർ മിൽക്കിലോട്ട് എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചാലാണ് നമുക്കത് 2 രൂപയ്ക്ക് വിൽക്കാൻ പറ്റാന്നാ ചോദിച്ചിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് മിൽക്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്നത്? വെള്ളത്തിന് വിലയില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വെള്ളം എന്ന് പറയുന്നതിന്റെ പ്രൈസ് നമുക്ക് തന്നിട്ടില്ലെങ്കിലും നമ്മൾ അതിൽ മായം കലർത്തുന്നത് എന്തുകൊണ്ടാ? വെള്ളത്തിന് പ്രൈസ് ഇല്ല, 0 കോസ്റ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ വെള്ളം എന്ന് പറയുന്നതിന്റെ പ്രൈസ് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്, വെള്ളത്തിന് പ്രൈസ് ഇല്ല. ഇനി നമ്മൾ ഇത് അലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 0 - 2 അല്ലെങ്കിൽ 2 - 0 2. അതേപോലെ 3.5 - 2 എന്ന് പറയുന്നത് 1.5. ഓക്കെ, ഇവിടെ 2ഉം കിട്ടി, ഇവിടെ 1.5ഉം കിട്ടി. ഇനി നമുക്ക് റേഷ്യോ ചെയ്യുമ്പോഴത്തേക്കും 1.5 എന്നുള്ളത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 20 × 15 എന്നാവും. റേഷ്യോ നമുക്ക് എത്രയാവും? 4:3 എന്നുള്ള റേഷ്യോ കിട്ടും. ഈ 4:3 എന്ന് പറയുന്നത് എന്താണ്? മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ ആണ്. ഓക്കെ, മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ ആണ്. അതിൽ നമുക്ക് തന്നിട്ടുണ്ട് മിൽക്ക് എന്ന് പറയുന്നതിനോട് നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ ഏതാണ്? 4 ആണ്. അപ്പോൾ ഈ 4 എന്ന് പറയുന്നതിന് അവർ തന്നിട്ടുണ്ട്, 4 എന്ന് പറയുന്നത് 40 ലിറ്റർ ആണ്. മിൽക്ക് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ 40 ലിറ്റർ ഉണ്ട്. അപ്പൊ 4 എന്ന് പറയുന്നത് 40 ആണെങ്കിൽ 4 40 ആവാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് കോമൺ ഫാക്ടർ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3യുടെ കൂടെയും 10 ആഡ് ചെയ്ത് 10 മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് 30 ലിറ്റർ എന്ന് കിട്ടി. അതായത് 40 ലിറ്റർ പാലിന്റെ കൂടെ 30 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? 2 രൂപയ്ക്ക് 3.5 രൂപയുടെ പാല് 2 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ എന്തുകൊണ്ടാണ് മായം കലർത്തുന്നത്? അതിന് പ്രൈസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ വെള്ളത്തിന്റെ വില നമുക്ക് തന്നിട്ടില്ലെങ്കിൽ കൂടെ വെള്ളത്തിന്റെ വില നമ്മൾ 0 ആയിട്ട് എടുത്തിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ വാട്ട് റേഷ്യോ മേ 3 kinds of wheat at ₹1.27 and 1.29 and 1.32 per kg be mixed to produce mixture worth ₹1.30 per kilogram എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 3 kinds of wheat,
ഒരെണ്ണത്തിന്റെ വില 1.27, നമുക്കത് പോയിന്റ് ഒക്കെ മാറ്റി 127 എടുക്കാം. ഒരെണ്ണത്തിന്റെ വില 127, ഒരെണ്ണത്തിന്റെ വില 129, ഒരെണ്ണത്തിന്റെ വില 132. അങ്ങനെ 3 വില വരുന്ന വീറ്റ് നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് 130 രൂപയ്ക്ക് അത് വിൽക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് 3 എണ്ണത്തിൽ നിന്നും കുറച്ച് എടുത്തിട്ട് അത് 1 കിലോ ആക്കിയിട്ട് അത് 130 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ അതിനെ ഇപ്പൊ 127 രൂപയുടെ എത്ര റേഷ്യോ വരും, 130 രൂപയുടെ എത്ര റേഷ്യോ വരും, 132ന്റെ എത്ര റേഷ്യോ വരും, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും 2 എണ്ണം വെച്ചിട്ടാണ് അലിഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് 3 എണ്ണം വെച്ച് അലിഗേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുക. ഞാൻ പ്രൈസ് ഇവിടെ 1.27 എന്നൊക്കെ ഉള്ളത് 127 അങ്ങനെ എഴുതുന്നുണ്ട്. 127, 129, 132 ഇങ്ങനെ 3 വില വരുന്ന പ്രൈസ് നമ്മൾ 130 രൂപയ്ക്കാക്കിയിട്ട് വിൽക്കണം. 3 വില വരുന്ന വീറ്റിന്റെ പ്രൈസ് നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് 130 രൂപയ്ക്ക് വിൽക്കണം. അപ്പോൾ ഇങ്ങനെ 3 എണ്ണം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെ 2 പെയറാക്കി മാറ്റണം. 130 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയ 2 പെയറാക്കി മാറ്റണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോക്കുക. 127ഉം 129ഉം ഈ 2 വില വരുന്ന വീറ്റ് എടുത്തിട്ട് നമുക്ക് ഒരിക്കലും 130 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഒന്നുകിൽ 127ന്റെയും 129ന്റെയും വീറ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആണ്. അതായത് 128 വേണമെങ്കിൽ നമുക്കത് വിൽക്കാം. 127ന് കുറവായിട്ടും വിൽക്കാൻ പാടില്ല, 129ന് കൂടുതലായിട്ടും വിൽക്കാൻ പാടില്ല. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 127, 129 ആയതുകൊണ്ട് 130 എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുന്ന വില. അപ്പൊ അതിന് നമ്മൾ വിൽക്കരുത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പോളിസി എന്ന് പറയുന്നത് നമ്മൾ മിക്സർ ആൻഡ് അലിഗേഷൻ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് 130 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന 2 പെയറാക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഒരു പെയറാക്കാം നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കി 127ഉം 132ഉം 127ഉം 132ഉം ഈ 2 വീറ്റിന്റെ പ്രൈസ് എടുത്ത് വേണമെങ്കിൽ നമുക്കത് 130 രൂപയ്ക്ക് വിൽക്കാം അല്ലെ. 127ന്റെയും 132ന്റെയും ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആണ് 130. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് 130 രൂപയ്ക്ക് വിൽക്കാം. അപ്പൊ ഇതൊരു പെയറായി. ഓക്കെ, അടുത്ത പെയർ എന്ന് പറയുന്നത് നമ്മൾ നോക്കുക. 129 രൂപയുടെ വീറ്റും 132 രൂപയുടെ വീറ്റും മിക്സ് ചെയ്ത് നമുക്ക് 130 രൂപയ്ക്ക് വിൽക്കാം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, 129ന്റെയും 132ന്റെയും മിക്സ് ചെയ്തിട്ട് നമുക്ക് 130 രൂപയ്ക്ക് വിൽക്കാം. അപ്പൊ ഇതാണ് 2 പെയർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഈ ഇടയിൽ നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെയും ഇടയിലായിട്ടാണ് എപ്പോഴും വരേണ്ടത്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 132 - 30 2 വരും, 127 - 130 3 വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അലിഗേറ്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ 132 - 130 നമുക്ക് വരുന്നത് 2 ആണ്. 129 - 130 1 വരും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് മോഡുലസിലാണ് നമ്മൾ വാല്യൂസ് ഇട്ട് ചെയ്യുന്നത്. നെഗറ്റീവും പോസിറ്റീവും ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി നമ്മൾ ജസ്റ്റ് റേഷ്യോ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 127, 129, 132 ഇതിന്റെ റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. 127ന്റെ താഴെ വന്നിരിക്കുന്ന റേഷ്യോ ഏതാണ്? നമ്മൾ അലിഗേറ്റ് ചെയ്തപ്പോൾ 127ന്റെ താഴെ വന്നിരിക്കുന്ന റേഷ്യോ ഏതാണ്? 2. വേറെ എവിടെയെങ്കിലും 127 വന്നിട്ടുണ്ടോ? ഇത് നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പെയറാണ്. ഓക്കെ, അപ്പൊ 127ന്റെ താഴെ 2 വന്നിട്ടുണ്ട്. ആ 2 നമ്മൾ ഇവിടെ എഴുതി. ഇനി 129ന്റെ താഴെ വന്നിരിക്കുന്ന റേഷ്യോ ഏതാണ്? 2. ആ 2 വീണ്ടും 129ന്റെ താഴെ എഴുതി. ഇനി നമ്മൾ 132 നോക്കി. 132 നോക്കിയപ്പോൾ 132ന്റെ താഴെ ഇവിടെയും ഒരു റേഷ്യോ ഉണ്ട്. അതേപോലെ 132ന്റെ താഴെ ഇവിടെയും ഒരു റേഷ്യോ ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 132ന്റെ താഴെ 3 + 1 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ റേഷ്യോ ഇപ്പൊ എത്രയായി? 2:2, 3 + 1 4 എന്നായി. അതിനൊന്നും കൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1:1:2 എന്നുള്ള റേഷ്യോയിലോട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റേഷ്യോ വരുന്നത് 127, 129, 132 ഏത് അളവിലാണ് ചേർക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:1:2 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ആ വീറ്റ് മിക്സ് ചെയ്തിട്ട് 130 രൂപയ്ക്ക് വിൽക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എൻ അലോയ് zinc and copper are in the ratio 1:2.
സിങ്കിന്റെയും കോപ്പറിന്റെയും റേഷ്യോ തന്നിരിക്കുന്നത് 1:2 ആണ്. ഇൻ ദി സെക്കൻഡ് അലോയ് ദ സെയിം എലമെന്റ്സ് ആർ ഇൻ ദി റേഷ്യോ 2:3. സെക്കൻഡ് എലമെന്റിൽ നമുക്ക് 2:3 എന്നുള്ള റേഷ്യോയിലാണ് സിങ്കും കോപ്പറും തന്നിരിക്കുന്നത്. ഇൻ വാട്ട് റേഷ്യോ ഷുഡ് ദീസ് അലോയ്സ് ടു ബി മിക്സ്ഡ് ടു ഫോം എ ന്യൂ അലോയ് ഇൻ വിച്ച് ദ 2 എലമെന്റ്സ് ആർ ഇൻ ദി റേഷ്യോ 5:8. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ 1:2 വരുന്ന ഒരു റേഷ്യോ ഉണ്ട്, 2:3 വരുന്ന വേറൊരു റേഷ്യോ ഉണ്ട്. അപ്പൊ സിങ്കിന്റെയും കോപ്പറിന്റെയും റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ അലോയിൽ തന്നിരിക്കുന്നത് അതിന്റെ റേഷ്യോ 1:2 എന്നുള്ളതാണ്, 1:2 എന്നുള്ളതാണ്. രണ്ടാമത്തെ അലോയിൽ നമുക്ക് തന്നിരിക്കുന്നത് സിങ്കിന്റെയും കോപ്പറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2:3 എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും ഇതും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു പുതിയ കോൺസെൻട്രേഷൻ ഉണ്ടാക്കണം. അതിന്റെ റേഷ്യോ വരുന്നത് അവർ തന്നിരിക്കുന്നത് 5:8 എന്നുള്ള റേഷ്യോയിലോട്ട് ആക്കി മാറ്റണം. 5:8 എന്നുള്ള റേഷ്യോയിലോട്ട് ആക്കി മാറ്റണം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാം സിങ്ക് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കോപ്പർ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിങ്ക് വെക്കുമ്പോൾ നമ്മൾ നോക്കുക, ഇതിൽ സിങ്കും കോപ്പറും കൂടെ 1:2 ആണ് റേഷ്യോ എങ്കിൽ ഇത് ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് 3 ആണ്. ആ 3-ൽ ഒരു ഭാഗം സിങ്ക് ആണ്, രണ്ട് ഭാഗം കോപ്പറാണ്. ഇതിലാണെങ്കിലോ രണ്ടാമത്തെ അലോയിൽ 2, 3, 5, ടോട്ടൽ റേഷ്യോ 5 ആണ്. ആ 5-ൽ 2 പോർഷൻ എന്താണ്? സിങ്ക് ആണ്. അപ്പൊ നമുക്ക് 2/5 എന്ന് കിട്ടി. ഇനി ഇത് ഏത് റേഷ്യോയിലോട്ട് ആക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? 5:8 ആക്കണം. സോ 5:8 എന്ന് പറഞ്ഞാൽ 5 + 8 13 വന്നു. അപ്പോൾ സിങ്കിന്റെ റേഷ്യോ എത്രയാണ്? 5/13 എന്നായി. മൊത്തം 13 ഭാഗത്തിൽ 5 ഭാഗം സിങ്ക് ആണ്. അപ്പൊ നമ്മൾ ഒന്നുകിൽ എല്ലാം സിങ്കിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ എല്ലാം കോപ്പറിലോട്ട് മാറ്റാം. ഏത് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ സെയിം ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് സിങ്കിലോട്ട് മാറ്റാന്ന് വിചാരിക്കും. സിങ്കിലോട്ട് മാറ്റുമ്പോൾ എല്ലാം ഞാൻ സിങ്കിലോട്ട് മാറ്റുന്ന സമയത്ത് ആദ്യത്തെ റേഷ്യോ നോക്കുക, 1/3. രണ്ടാമത്തെ അലോയിൽ 2/5. സിങ്കിന്റെ അളവാണ് നോക്കുന്നത്, 2/5. ഇനി അത് ഏതിലോട്ട് മാറ്റണം? 5/13 എന്നുള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 5/13 ആക്കി മാറ്റണം. ഇനി ഇതൊന്ന് അലിഗേറ്റ് ചെയ്യുക. 5/13 - 2/5 അല്ലെങ്കിൽ 5/13 - 1/3 ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കോപ്പറിന്റെ റേഷ്യോയിലോട്ട് മാറ്റിയാലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. കോപ്പറിന്റെ റേഷ്യോയിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? ഈ 3-ൽ 2 ഭാഗം കോപ്പറാണ്. ഇപ്പോൾ 2/3 ഇവിടെ എഴുതി. അടുത്തത് 5 ഭാഗത്തിൽ 3 ഭാഗം കോപ്പറാണ്. അപ്പൊ 3/5 എന്ന് എഴുതി. ഇതിൽ ഏത് റേഷ്യോയിലോട്ടാണ് മാറ്റേണ്ടത്? മൊത്തം 13 ആണ്, അതിൽ 8 ഭാഗം കോപ്പറാണ്. സോ 8/13 എന്ന് എഴുതി. ഇങ്ങനെ അലിഗേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യുക? 5/13 - 1/3. 5/13 - 1/3. അടുത്തത് 5/13 - 2/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ കിട്ടുക? 5/13 - 1/3. എങ്ങനെയാണ് ചെയ്യുന്നത്? 15 - 13 ഡിവൈഡഡ് ബൈ 13 × 3. ഓക്കെ, ഡിവൈഡഡ് ബൈ 13 × 3. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ, അതായത് 5/13 - 1/3, അതേപോലെ 5/13 - 2/5, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1/65 എന്ന് കിട്ടും, ഇവിടെ 2/39 എന്നും കിട്ടും. ഓക്കെ, 1/65 2/39. അതായത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/65 ഇവിടെ 2/39 കിട്ടും. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ഇത് കട്ട് ചെയ്ത് പോയില്ലാൻ തോന്നും, പക്ഷെ ഇത് 13ന്റെ ടേബിളിൽ പോകും. 39-ൽ 13 3 തവണ, 65 5 തവണ. സോ നമുക്ക് ഇതിന്റെ റേഷ്യോ എന്തായി? ഇപ്പൊ റേഷ്യോ നമുക്ക് വരുന്നത് 1/5 അതേപോലെ 2/3 ആണ് റേഷ്യോ വരുന്നത്. 1/5 = 2/3 റേഷ്യോ ആണ്. ഈ റേഷ്യോനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 1/5 = 2/3 എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? 1/5 റേഷ്യോയിൽ പഠിച്ചിട്ടുണ്ട്. 1/5 × 3/2 എന്നാണ് ഇതിനെ എഴുതേണ്ടത്. 1/5 × 3/2 എന്ന് എഴുതണം. സോ 1/5 × 3/2 എത്രയാണ്? 3/10. ഇത് റേഷ്യോയിലോട്ട് ആക്കുമ്പോൾ എങ്ങനെ എഴുതും? 3:10. 3/10 എന്ന് പറയുന്നത് 3:10. ഓക്കെ, അപ്പൊ ഏത് റേഷ്യോയിൽ ആക്കിയാലാണ്? സിങ്കിന്റെ അളവ് 3 റേഷ്യോയിലും കോപ്പറിന്റെ അളവ് 10 റേഷ്യോയിലും എടുത്താലാണ് ആ പുതിയ അലോയിൽ 5:8 എന്നുള്ള റേഷ്യോയിൽ സിങ്കും കോപ്പറും നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 3:10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മിൽക്ക് വെൻഡർ ഹാസ് 2 bottles of milk.
The first contains 25% water and the rest is milk. Okay, the second contains 50% water. How much milk in liters should be mixed from each of the containers to get 12 liters of solution such that the ratio of water to milk is 3:5? അതായത് ഒരു മിൽക്ക് വെഞ്ചറുടെ കയ്യിൽ 2 ബോട്ടിൽസ് ഓഫ് മിൽക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ 1 B1 B2 എന്ന് എഴുതാം. അപ്പൊ അതില് മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ ദ ഫസ്റ്റ് കണ്ടെയ്ൻസ് 25% വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേതില് ഫസ്റ്റ് കണ്ടെയ്ൻസ് 25% വാട്ടർ. അപ്പൊ ആദ്യത്തേതില് 25% വാട്ടർ ആണ്. അതായത് 25% വാട്ടർ ആണെങ്കിൽ മിൽക്കിന്റെ അളവ് 75% ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തേലോ ദ സെക്കൻഡ് കണ്ടെയ്ൻസ് 50% വാട്ടർ. രണ്ടാമത്തെ കണ്ടെയ്നറിൽ 50% വാട്ടർ ആണ്. അപ്പൊ 50% ആണ് അതിൽ മിൽക്ക് ഉള്ളൂ. Okay, how much milk in liters should be mixed from each of the containers to get 12 liters of solution such that the ratio of water to milk is 3:5? അതായത് മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ 3:5 എന്നുള്ള അളവിലാക്കിയിട്ട് 12 ലിറ്റേഴ്സ് മിൽക്കിനെ 3:5 റേഷ്യോയിലോട്ട് ആക്കണമെങ്കിൽ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഈ 75%ഉം 25%ഉം ഒക്കെ തരുന്നതിന് പകരം നമുക്ക് ഇവിടെ 3:5 എന്ന് തന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ആ 3:5 പോലെ തന്നെ ഈ റേഷ്യോനെയും ആക്കാം അല്ലെ. 75%ഉം 25%ഉം തന്നാൽ അതിനെ നമുക്ക് 3:1 എന്ന് എഴുതിക്കൂടെ? ഇത് 3:1 ആണ്. അതേപോലെ 50% എന്ന് പറഞ്ഞാൽ ഇതാ റേഷ്യോ വരുന്നേ 1:1 എന്നുള്ള റേഷ്യോ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഏത് റേഷ്യോയിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്? 3:5 എന്നുള്ള റേഷ്യോയിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്ന് 3:1 എന്നുള്ള റേഷ്യോ. നമുക്ക് 75ഉം 25 ആകുമ്പോൾ നമ്മൾ 3:1 എന്ന് എഴുതി. ഇവിടെ 50 ആകുമ്പോൾ 1:1 എന്ന് എഴുതി. ഇപ്പൊ 3:5 റേഷ്യോയിലോട്ടാണ് ഇതിൽ മാറ്റേണ്ടത് 12 ലിറ്റർ മിൽക്കിനെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കുക, ഒന്നുകിൽ എല്ലാം മിൽക്ക് ആക്കുക അല്ലെങ്കിൽ എല്ലാം വാട്ടർ ആക്കുക, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ മിൽക്കിന്റെ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിൽക്ക് മാത്രമായിട്ട് എടുക്കാൻ നോക്കൂ. ആദ്യത്തെ ബോക്സിൽ നിന്ന്, ആദ്യത്തെ മിൽക്കിന്റെ കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ എത്ര പോർഷനാണ്? മൊത്തം 4 പോർഷനാണുള്ളത്. അതിൽ എത്ര ഭാഗം മിൽക്കാണ്? 4 പോർഷനിൽ 3 പോർഷനും മിൽക്കാണ്. രണ്ടാമത്തേല് മൊത്തം 2 ഭാഗമാണ്. അതില് ഒരു പോർഷൻ മിൽക്കാണ്, 50-50 ആണ്. ഇനി നമുക്ക് ഏത് ഇതിലോട്ടാ മാറ്റേണ്ടത്? മിൽക്കിന്റെ അളവ് എടുക്കുമ്പോൾ മൊത്തം 3:5 8 റേഷ്യോ വരുന്നത് അല്ലെ. 3:5 5 + 3 8. അതിൽ എത്ര പോർഷൻ മിൽക്കാണ്? 3 പോർഷൻ മിൽക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിൽക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടറിലോട്ട് മാറ്റുമ്പോൾ എന്താവും? 1/4 എന്നാവും. ഇവിടെ 1/4 ആവും. ഇവിടെ വരുമ്പോൾ 1/2 തന്നെയാവും. ഇവിടെ വരുമ്പോൾ 5/8 ആവും. രണ്ടും ആൻസർ സെയിം ആയിരിക്കും. ഇനി നമ്മൾ ഇതിനെ എലിഗേറ്റ് ചെയ്യാം. ഇപ്പൊ 3/8 - 1/2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1/8 എന്ന് കിട്ടും. ഇവിടെ 3/8 - 3/4 എന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഏത് കിട്ടും? 1/8 എന്ന ആൻസർ കിട്ടും. 1/8 = 1/8 എന്ന് പറഞ്ഞാൽ റേഷ്യോ ഇങ്ങനെ വന്നു, 1:1 റേഷ്യോ വന്നു. ഓക്കെ, 1:1 റേഷ്യോ വന്നു. അപ്പൊ 1:1 എന്ന് പറയുന്നത് മിൽക്കും വാട്ടറും കൂടെ ചേർന്നിട്ടുള്ള ആ മൊത്തം കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2 ആണെന്നുള്ളത് അല്ലെ. അപ്പൊ ഈ 2 ആണ് അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? മൊത്തം എത്ര ലിറ്റർ പാലുണ്ട്? 12 ലിറ്റർ പാലുണ്ട്. ഇപ്പൊ 2 12 ആവാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1നെയും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 1നെയും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെയും 6 വരും, ഇവിടെയും 6 വരും. അതായത് ഈ ആദ്യം നമുക്ക് 75%ഉം 25%ഉം പിന്നെ 50%ഉം 50%ഉം തന്നിരിക്കുന്നത്. അത് ന്യൂ അലോയിലോട്ട് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടെയ്നറിലോട്ട് മാറ്റുന്ന സമയത്ത് അതിൽ 6 ലിറ്റർ വെള്ളവും ചേർക്കണം, 6 ലിറ്റർ പാലും ചേർക്കണം. എന്നാലാണ് അത് 3:5 എന്നുള്ള റേഷ്യോയിലോട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 6 എന്നുള്ളതാണ്.